ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറന്മുളയിലെ പ്രത്യേകതകളെക്കുറിച്ച്. അതിലൊരു പ്രത്യേകതയാണ് തണുങ്ങുപരക്കെന്ന് പറയുന്നത്. എല്ലാ വർഷവും ഇത് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഈ വഴിപാട് നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം അമ്മൂമ്മ മരിച്ചതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ വഴിപാട് നടത്തിയില്ലായിരുന്നേ. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എൻ്റെ അറിവിൽ ശബരിമല അയ്യപ്പൻ മകരവിളക്ക് കാണുന്നതിന് മുന്നേ തന്നെ ആറന്മുളയിലെ തിരുവാറന്മുളയപ്പൻ കമ്പം കത്തിച്ച് വിളക്ക് കാണുന്നതാണ്. ധന് 1 മുതൽ വഴിപാട് നടത്തുന്ന വീടുകളിൽ നിന്നും തണുങ്ങ് ശേഖരിച്ച് അത് പിന്നീട് അവകാശപ്പെട്ട വീട്ടുകാരുണ്ട്. പോർക്കോലിൽ കുടുംബം അവരാണ് ഈ തണുങ്ങ് കത്തിക്കുന്നത്. അതിന് കമ്പം കത്തിക്കുക എന്നാണ് പറയുന്നത്. അതിലൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയത് ഇതവരെ സ്വീകരിച്ചുകൊണ്ട് വരുന്നതാണ്. പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഭാഗം വന്ന് അത് അങ്ങ് നിർത്തിയത്. അതിലെനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നുന്നത് ഇവർ ചുടുകാട്ടിൽ പോയി ഞുണങ്ങെന്ന് പറയുന്നൊരു കാ പറിച്ചു കൊണ്ടുവന്ന് കമ്പക്കാരയിൽ ഈ തണുങ്ങും കായും കൂടെ വെച്ച് കെട്ടി തീ കൊളുത്തി കമ്പം കാണുന്നു. തണുങ്ങുണ്ടാക്കുന്നത് കമുങ്ങിൻ്റെ ഓല വെച്ചാണ്. കൂട്ടി കെട്ടി തണുങ്ങ് പോലാക്കി അവർക്ക് കൊടുക്കുന്നതാണ്. ഞങ്ങൾ പരിപാടി കൊടുത്തത് അവലും ലഡുവും പഴവും പായസവുമായിരുന്നേ. അവർക്ക് ആഹാരവും തണുങ്ങും കൊടുത്ത ശേഷം നന്ദി സൂചകമായി അവർ വള്ളപ്പാട്ട് പാടിയാണ് യാത്ര ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അടുത്ത വീഡിയോവായിട്ട് കാണാം. Bye.